ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ദാദാ ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചിട്ടും അദ്ദേഹം പഠിച്ച MG കോളേജിൽ അതിൻ്റെ ഒരു ആഘോഷങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? അല്ല, മോഹൻലാലിന് മുമ്പേ തന്നെ MG കോളേജ് ഒന്നും വേണ്ടത്ര പരിഗണനയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. MG കോളേജിലാണ് പഠിച്ചത്. BCom 80കളിലാണ് പഠിച്ചത്. ഈ സമീപകാലത്ത് ഞാൻ അറിഞ്ഞൊരു സംഭവം, ഈ പഴയ 80കളിലെ BComകാരെല്ലാം കൂടെ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒന്ന് ഒത്തുചേരും. അതിനുവേണ്ടി പ്രിൻസിപ്പളിനെ അവർ സമീപിച്ചപ്പോൾ കോളേജിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പള് കൈയൊഴിഞ്ഞ് പറഞ്ഞു അതങ്ങ് പെരുന്നയിൽ ചോദിച്ച് സുകുമാരൻ നായരോട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. കാരണം വലിയ ആൾക്കാരൊക്കെ ആയി കഴിഞ്ഞില്ലേ, ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് അങ്ങ് തടി തപ്പിയേക്കാം. അതിനുവേണ്ടി പെരുന്നയിലേക്ക് പറഞ്ഞു. ഇവർ പെരുന്നയിൽ പോവുകയോ വിളിക്കുകയോ ഏതാണ്ട് ചെയ്തു. പെരുന്നയിൽ പോയി സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ്. സുകുമാരൻ നായർ കുറച്ച് അന്യായങ്ങളൊക്കെ നിരത്തി. എന്നിട്ട് പറഞ്ഞു മോഹൻലാലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബാച്ചിലല്ലേ? മോഹൻലാൽ കോളേജിന് വേണ്ടി എന്തോ ചെയ്തു? മോഹൻലാൽ എന്ത് ചെയ്യാൻ? NSS കോളേജിന് സംഭാവന കൊടുക്കണം. ചാക്ക് കണക്കിന് ഇവർ വാങ്ങിച്ചു വെക്കുകയാണ്. സർക്കാർ ശമ്പളവും കൊടുക്കുന്നുണ്ട്. മോഹൻലാൽ എന്ത് ചെയ്തു എന്ന്? മോഹൻലാൽ എന്തോ അവിടെ ഇവർക്ക് സ്മാരകം പണിതിടണം. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ പറഞ്ഞു വിട്ടു. ഇവർ പിന്നെ പുറത്തെവിടെ വെച്ചൊക്കെ നടക്കുക കണ്ടോ ചെയ്തു. അതുകൊണ്ട് ഈ മോഹൻലാൽ MG കോളേജിൽ പഠിച്ചു ഡിഗ്രിക്ക്. എന്നാൽ ഇവർ ഈ മലയാളത്തിൻ്റെ മഹാനടനെന്ന ഈ വിസ്മയം ഞങ്ങളുടെ കോളേജിൻ്റെ ഒരഭിമാനമാണ് എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നുണ്ടോ? ഇല്ല. ഇതിന് തൊട്ടപ്പുറത്ത് പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്തെ കുറിച്ചും MG കോളേജിനെ കുറിച്ചും പറയാറുണ്ട്. എനിക്കറിയാവുന്നതാണ്. MG കോളേജിൽ അദ്ദേഹം മോഹൻലാൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന, വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും അവിടുത്തെ സ്റ്റുഡൻ്റ് തന്നെ ആണല്ലോ. ഈ കേശവദാസപുരത്ത് പരുത്തിപ്പാറ ഇടയ്ക്കാണ് ഈ കോളേജ്. അപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് മാറിവാനിയസ് കോളേജ്, മലങ്കര സഭയുടെ. ആ ക്യാമ്പസ് കണ്ടിട്ടുണ്ടോ? എന്ത് വിസ്തൃതമായ ക്യാമ്പസാണ്. അതിനകത്ത് എല്ലാ സിലബസിലുമുള്ള സ്കൂളുകൾ, എൻജിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ MBA, ലാ, അങ്ങനെ എല്ലാം ഉണ്ട്. അവർ ഇവാനിയസ് കോളേജ് അവരുടെ എത്രയോ വർഷം വാർഷികമൊക്കെ ആഘോഷിച്ചപ്പോൾ ഈ പഴയ ജഗതി അവിടെ പഠിച്ചതാണ്. ജഗതി ശ്രീകുമാർ, ജഗതിയൊക്കെ അവിടെ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരത് പിന്നെ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റാണ് ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ്. അതുപോലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, മിക്കവാറും ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇവാനിയസിൽ പഠിച്ചവരാണ് കേട്ടോ. കാരണം ഈ പണ്ടേ തിരുവനന്തപുരത്തെ എല്ലാ കോളേജുകളിലും SFI ജയിക്കുമ്പോൾ ഇവാനിയസ് കോളേജിൽ KSU ആണ് ജയിക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടേതാണല്ലോ. അവർ പൊതുവെ കോൺഗ്രസ് KSU ആഭിമുഖ്യമുള്ളവരാണ്, അവരാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെല്ലാം തന്നെ പഠിച്ചിട്ടുള്ളത് അവിടെ തന്നെയാണ്. അപ്പോൾ ഈ പിന്നെ അവർ പക്ഷേ അവിടെ പഠിച്ച് പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും സിനിമാ നടന്മാരെയും ഒക്കെ അവരുടെ 50ാം വർഷം അല്ലെങ്കിൽ പ്ലാറ്റിനം ജൂബിലി ഈ സമയത്തൊക്കെ അവർ വിളിച്ച് ആദരിക്കുകയും അവരത് പിന്നെ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നായന്മാർക്ക് എനിക്ക് തോന്നുന്നു ഇത്തിരി ഹുങ്ക് കൂടുതലെന്ന് തോന്നുന്നു. അതോ മോഹൻലാലിനെ ഇനി നല്ല നായരായിട്ട് അംഗീകരിച്ചിട്ടില്ലയോ എന്നുള്ളത് ഒരു സംശയം സുകുമാരൻ നായർക്ക് തോന്നല്ലേ. സുരേഷ് ഗോപിയെ പോലെ ഇറക്കി വിട്ടില്ലല്ലോ കാലത്ത്. പണ്ട് സുരേഷ് ഗോപിയെ ഇറക്കി വിട്ടു. അപ്പം പിന്നെ ഈ MG കോളേജ് തന്നെ കാണണം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ, ഞാനും അവിടെ പഠിച്ചതാണ്, ഈ തിരുവനന്തപുരത്ത് നായന്മാരുടെ ശ്മശാനമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നഗരഹൃദയത്തിൽ കാട് പിടിച്ച്, കാടൊക്കെ നല്ലതാണ് പരിസ്ഥിതി അനുസരിച്ച്, പക്ഷെ അങ്ങനെയുള്ളൊരു കാടല്ലത്. ഒരു കോളേജിനെ എത്ര നശിപ്പിച്ചിടാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ MG കോളേജ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ രൂപം കൊണ്ടിരിക്കുന്ന
48 ആണെന്ന് തോന്നുന്നു MG കോളേജ്. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് NSSനെ വിമർശിക്കുന്നവർ പലപ്പോഴും പറയുന്നതാണല്ലോ, മന്നത്ത് പത്മനാഭൻ കുറെ കെട്ടിടങ്ങളും കോളേജുകളും നിർമ്മിച്ചിട്ടു അതിന് ഇപ്പോഴുള്ളവർ അതിൽ നിന്ന് വരുമാനം എടുത്ത് ജീവിക്കുന്നു. എന്നിട്ട് അത് പോരാഞ്ഞിട്ടാണ് സുകുമാരൻ നായർ ചോദിക്കുകയാണ്, മോഹൻലാൽ എന്ത് ചെയ്തിട്ടുണ്ട് കോളേജിന്? മോഹൻലാൽ എന്ത് ചെയ്യണം? മോഹൻലാൽ ഇങ്ങനെ മാസം തോറും അവിടെ NSS കോളേജിന് പിരിവിന് സംഭാവന കൊടുക്കണോ? അതോ അവിടുത്തെ ലാബും ലൈബ്രറിയും ഒക്കെ സംരക്ഷിക്കണോ? NSS ആയാലും SNDP ആയാലും നിയമനത്തിന് ചാക്ക് കണക്കിനാണ് വാങ്ങിച്ചു വെക്കുന്നത്. ശമ്പളം കൊടുക്കുന്നത് ആര്? സർക്കാർ. എന്നിട്ടാണ് എന്നിട്ട് യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, മോഹൻലാലിനെ പലതരത്തിലും പൗരസമിതി ആയാലും ഫാൻസ് അസോസിയേഷൻകാരായാലും സർക്കാരും ഒക്കെ വേണ്ട തരത്തിൽ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ചില പദവികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ആ സമയത്ത് പോലും MG കോളേജ് അനങ്ങിയിട്ടില്ലെന്നേ. കോളേജ് ആദരിക്കണ്ടേ? ആ കോളേജിന്റെ സ്ഥിതി കിടപ്പ് കണ്ടാലേ അറിയാം അതൊരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു കോളേജ് അല്ല. പറയാൻ കഴിയില്ലല്ലോ. നീ മോഹൻലാലിനെ MG കോളേജിൽ വിളിച്ചിട്ട് വരാത്തതാണെങ്കിലോ? ഇല്ല, എനിക്കറിയാവുന്നതാണ്. കോളേജുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴും എനിക്കുണ്ട്. ഞാനും അവിടെ പഠിച്ചതാണ്. നമ്മളെക്കാൾ സീനിയർ ആയിരുന്നു എന്നുള്ളതാണ് മോഹൻലാൽ. അപ്പോൾ നമ്മളവിടെ അവിടെ വെച്ചൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അന്ന് ഇവരെയൊന്നും അന്ന് മോഹൻലാലൊന്നും സിനിമയിലോട്ടൊന്നും വന്നില്ലല്ലോ. കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണല്ലോ പിന്നീട് തിരനോട്ടം സിനിമ എടുക്കുന്നതും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ടൊരു വളർച്ചയായിരുന്നല്ലോ. ആ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് പോലും കോളേജിൽ ഇത് തയ്യാറാകുന്നില്ലല്ലോ. പിന്നെ വരുന്ന അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ അവരുടെ സമയമാകുമ്പം ട്രാൻസ്ഫറായി റിട്ടയറായി പോവുകയും ചെയ്യുന്നു. ഇതിനകത്ത് പെരുന്നയിൽ നിന്ന് തന്നെ വേണം ഇങ്ങനെയുള്ള ഒരു മഹാനടൻ NSSന്റെ കോളേജിലാണ് പഠിച്ചിറങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഞാൻ ഇവാനിയസ് കോളേജിനെ പറ്റി പറയുന്നത്. ഇവാനിയസ് കോളേജ് ആയിരുന്നെങ്കിലുണ്ടല്ലോ ഇന്ന് ഏറ്റവും അവസാനം നമ്മുടെ മലയാളിയായ ക്രിക്കറ്റ് താരമുണ്ടല്ലോ സഞ്ജു അദ്ദേഹം അവിടെ പഠിച്ചത്. അവർ പ്രത്യേകം എല്ലാ പരിപാടി ഉണ്ടെങ്കിലേ സഞ്ജുവിനെ ക്ഷണിക്കും. സഞ്ജു ഒക്കെ ഇനി ഉയരങ്ങളിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും ഇവാനിയസ് അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ മോഹൻലാൽ ഇവാനിയസിൽ പഠിച്ചതായിരുന്നെങ്കിലുണ്ടല്ലോ ഇന്നിപ്പോ ഇവാനിയസ് കോളേജിലെ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു. ഇത് ഒരു കോളേജ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും, അതാണ് ഞാൻ പറഞ്ഞത്, ശ്മശാനം എന്നൊന്നും പറയാൻ പാടില്ല. ശ്മശാനത്തെ കളിയാക്കുകയാണ്. തിരുവനന്തപുരത്തെ ശ്മശാനം എന്ന് പറയുന്നത് ശാന്തി കവാടം. ആ ശാന്തി കവാടം എന്ന് പേരിട്ടത് തന്നെ ONV കുറുപ്പാണ്. അതെത്ര നല്ല വൃത്തിയായിട്ട് കിടക്കുമെന്ന് അറിയാമോ? ആ വൃത്തി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തിൽ ഇതിപ്പോൾ വെളിയിൽ അവർക്ക് വല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് എങ്കിലും നിർമ്മിച്ച് കൊടുത്ത് പൈസ വാങ്ങിച്ചു വെക്കരുതോ? പെരുന്നേല് സുകുമാരൻ നായർക്ക് പൈസയല്ലേ വേണ്ടത്. ഇങ്ങനെ കൈ നീട്ടി ഇരിക്കുകയാണ് കേട്ടോ സുകുമാരൻ നായർ. എന്തോ ഒരു മാടമ്പി സ്വഭാവമാണ് കാണിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഓരോ ചിലപ്പോൾ ഇനിയും സുകുമാരൻ നായർ സിനിമയൊന്നും കാണാത്തതും ഒന്നും ആണോ എന്ന് സംശയമുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയം മോഹൻലാലിന് അറിയില്ലേ? മോഹൻലാലിനെ ചിലപ്പോൾ സുകുമാരൻ നായർക്ക് അറിയത്തില്ലായിരിക്കും. ഏത് സിനിമ എന്ത് സിനിമ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. സുകുമാരൻ നായർ അറിയുന്ന ചിലപ്പോൾ പിണറായി വിജയനെയും PD സതീശനെയും ഒക്കെ അറിയത്തുള്ളായിരിക്കും. ഇതിപ്പോൾ എനിക്കൊന്ന് ഇവരുടെ SNDPയുടെ ഏതെങ്കിലും ഒരു കോളേജ് ആയിരുന്നെങ്കിൽ നമ്മുടെ വെള്ളാപ്പള്ളി അക്കാര്യത്തിൽ ഇത്തിരി മര്യാദ വേണേൽ കാണിക്കുമായിരിക്കും. സുകുമാരൻ നായർക്ക് എന്താണെന്നറിയാമോ? അത് പഴയ നായന്മാരുടെ ചില സ്വഭാവമാണ്. സുകുമാരൻ നായർക്ക് വേറൊരു നായരില്ല. താൻ തന്നെയാണ് നായന്മാരുടെ പോപ്പ് എന്ന് ഒരിക്കൽ കൂടെ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തായാലും മോഹൻലാൽ എനിക്ക് എന്നെ ഇറക്കി വിട്ടതിന് തുല്യമാണ് അവരവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അനുവാദം കൊടുക്കാതിരുന്നതും ഇപ്പോൾ മോഹൻലാലിൻ്റെ നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.